പത്രം കൊണ്ടാരക്കാലിന് എന്തൊരു ഉന്നം. ഇവനൊക്കെ എറിഞ്ഞിട്ട് ഇങ്ങനെ തോക്കം കൊടുത്ത് പട്ടാളത്തിലേക്കാ ഇതിനെയൊക്കെ വിടേണ്ടത്, വെടിവെക്കാനായിട്ട്. ആരെ വെടിവെക്കുന്ന കാര്യമാണ്? ഓ ഒന്നും ഇല്ലമ്മേ, ഞാൻ പത്രക്കാരന്റെ കാര്യം പറഞ്ഞതാ. അല്ലല്ല, നീ എന്നെ വെടിവെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അവന്റെ കാര്യം പറഞ്ഞതാ. ഇല്ല, നീ വെടി മാത്രമല്ല എന്റെ മേത്ത് നീ മിസൈൽ വിടും, എനിക്കറിയാം. അമ്മക്ക് എന്തിന്റെ കേടാ? രാവിലെ തൊട്ട് തുടങ്ങിയല്ലോ എന്റെ നേരെ. അതേ ഞാന് ഇതിൽ പറഞ്ഞാൽ തന്നെ എന്നാ നീ നോക്കുന്നത്? ഞാൻ ഒരു കല്ല് തപ്പുവാ. അതെന്തിനാ? അടുപ്പേല് കൂട്ടാനാ. അടുപ്പുകല്ല് അല്ലേലും ഇനി അടുപ്പുകല്ല് കൂട്ടി ജീവിക്കേണ്ടി വരും. ഗ്യാസിന് പകരം അടുപ്പ് കല്ലും കാറിന് പകരം കാളവണ്ടി. ഇപ്പൊ അങ്ങനാ പോക്ക്. പഴയ കാലത്ത് നീ പിടിക്കണ്ട, ഞാൻ പഴയ കാലത്ത് നിന്ന് വന്നവളാ ഞാൻ. അത് പറഞ്ഞ് നീ പേടിപ്പിക്കണ്ട കേട്ടോ. പഴയ കാലത്ത് നിന്ന് വന്നിട്ടാണോ എന്റെ ഈ ലിപ്സ്റ്റിക് ഇട്ട് ഇങ്ങനെ നടക്കുന്നത്? കുറ്റം പറയുന്ന സീരിയൽ കാണുമ്പോൾ സീരിയലിനകത്തിരിക്കുന്ന പെണ്ണുങ്ങൾ അടുക്കളപ്പണിയാണെങ്കിൽ ലിപ്സ്റ്റിക് വിട്ട് പട്ടുസാരി കൊടുത്തല്ലേ നിൽക്കുന്നത്. സീരിയലിനകത്ത് അങ്ങനെയൊക്കെ നടക്കും. ഇത് നാട്ടുകാർ കേട്ട നാണക്കട ഈ പടുകളവി ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടോണ്ട് നടക്കുന്നത്. ആരാടി പടുകളവി? പടുകളവി ആരാടി? ചേട്ടനല്ലേ പോലീസ്? പറഞ്ഞ ഞാനാണല്ലോ പോലീസ്. നിങ്ങൾ എന്താ ഓടിയത് എന്നെ കണ്ടിട്ട്? ഒരു വേഷം കിട്ടി ഓടിയത്. ഞാൻ പേടിച്ചു പോയിരുന്നു പോലീസ് പറഞ്ഞു. ഇവിടെ എന്താ പ്രശ്നം? എന്താ രാവിലെ നിങ്ങളുടെ തള്ളയുടെ ചുണ്ടത്തിട്ടൊന്ന് നോക്കിക്കേ, ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുന്ന കണ്ടോ? എന്റെ അമ്മ ഇത്രയും പ്രായമായില്ലേ, നിങ്ങൾക്ക് ഈ സീരിയൽ കാണലൊക്കെ നിർത്താൻ പാടില്ലേ? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? എന്റെ വീട്ടുകാർ അമ്മയമ്മകളും കൂടെ സീരിയൽ കണ്ട് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പുതിയ സമക്ഷത്തിൽ നടക്കാൻ പറ്റും? സീരിയൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ഇനി ഞാൻ വരുമ്പോൾ സീരിയൽ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ആ ടി വി ഞാൻ തല്ലിപ്പൊട്ടി. നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പറയാൻ നിങ്ങൾ അത് സമ്മതിക്കില്ല. ഒരു സർപ്രൈസ് ഉണ്ട്. വാ, ഞാൻ പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പാലക്കാടേക്ക് പോവുകയാണ്. പ്രമോദിന്റെ കൂടെ പോലെ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഞാൻ. പ്രമോദ് ശരിയല്ല ആള്. നിന്റെ തൊപ്പി ഇറപ്പിക്കാൻ വേണ്ടി നടക്കാവേ. ലിപ്സ്റ്റിക് ഇട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നു. ഞാൻ ഇന്നൊരു കഞ്ചാവ് പിടിക്കാൻ വേണ്ടി 5 കിലോ കഞ്ചാവായിട്ട് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഒരുത്തം വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ഇന്ന് പൊക്കും. ഇന്ന് ലൈവിൽ ഞാൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സീരിയൽ കാണരുത്. പോയിട്ട് വരട്ടെ അമ്മേ. അനുഗ്രഹിക്കും. അവർ ഞാൻ എല്ലാത്തിനും പൊക്കും. നിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ട. ഞാൻ പോയിച്ചു വരാം. പിന്നെ ചേട്ടന്റെ കഞ്ചാവ് വേട്ട കാണാനല്ലേ നമുക്ക് നേരം, ചാണകമഴ കാണേണ്ടതായി. അപ്പം വരുമ്പോഴത്തേക്കിനെ നമുക്ക് ടി വി അങ്ങ് ഓഫ് ചെയ്യാം. ചാണകമഴയിൽ ഇന്ന് ആ പെണ്ണിന്റെ 7ാമത്തെ കെട്ടിയോൻ വരുന്ന ദിവസമാണ്. 7അല്ലല്ലോ 9ആണല്ലോ. അമ്മ 7 അല്ലടി 9ാമത്തെ ഭർത്താവ്. 7 എടി 9ാമത്തെ ഭർത്താവ്. പിന്നെ 7ാമത്തെ കെട്ടിയോൻ ഏതാ? 7ാമത്തെ കെട്ടിയോൻ നിന്റെ അമ്മയുടെ നായര്. പത്താമത്തെ ഉറപ്പിച്ചോ? അല്ല 9. നായകൻ 9. ഓക്കെ, അപ്പൊ എന്നെ മനസ്സിലായോ? ഇല്ല. ഈ മച്ചിപ്പശു. അയ്യോ അമ്മേ, പശുവിന് കുത്തിവെക്കാൻ വന്ന ആളാ. പശുവിന് കുത്തിവെക്കാൻ വന്നതല്ല. ഈ മച്ചിപ്പശു എന്ന് പറയുന്ന പുതിയ സീരിയലിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ. പുതിയ സീരിയൽ അപ്പൊ ഞങ്ങള് അപ്പുറത്തെ വീടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ വീട് അത്ര കറക്റ്റ് അല്ല, അവിടെ ആർക്കോ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട് കറക്റ്റ് ആണ്. അപ്പൊ ഈ വീട് തന്നു കഴിഞ്ഞാൽ മച്ചിപ്പശുവിൽ നിങ്ങൾ ഈ വീട് അങ്ങ് തെളിഞ്ഞു നിൽക്കും. അയ്യോ നടക്കത്തില്ല. ഇവിടെ ഞങ്ങളുടെ ചേട്ടന് സീരിയൽ കണ്ട TV തല്ലിപ്പൊളിക്കുമെന്നാ പറഞ്ഞ. ഇനി ഷൂട്ടിങ്ങിന് കൊടുത്താൽ അങ്ങനെ തല തല്ലിപ്പൊളിക്കും. ഞാൻ വേട്ട അത് വേട്ട അവിടെ ഭർത്താവ് എന്നെ മോൻ. നീ എന്നെ പറയുന്നേ എന്താ? എന്നെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന ഈ വീട് എന്റെ ഭർത്താവ് ഉണ്ടാക്കിയതാ. ഇവിടെ ഞാൻ പറയും സീരിയൽ ചെയ്യണോ വേണ്ടെന്നുള്ള. അങ്ങേരെ അകത്ത് വയ്യാതെ കിടക്കുമല്ലേ? ഇപ്പൊ കുടുംബം നോക്കുന്ന എന്റെ ചേട്ടനാ. അങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല. കുടുംബം നോക്കുന്ന ചേട്ടനാണ്. ചേട്ടനൊന്നും എഴുതി കൊടുത്തിട്ടില്ല. നിന്നെ ഞാൻ കൊല്ലും. ഞാൻ ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു 5000 രൂപ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നു. അല്ല, ഈ സീരിയൽ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പേയ്മെന്റ് ചെയ്യണമല്ലോ. 5000 രൂപ നിങ്ങൾക്കുണ്ട്. എത്ര നേരം എടുക്കും ഇത്? അതിപ്പോ വേറെ ഒന്നുമില്ല, ഒരു 2 മണിക്കൂർ. സാറ് വരുന്നു, ആക്ഷൻ പറയുന്നു, സീൻ എടുക്കുന്നു, കട്ടാക്കുന്നു. കട്ട് പറഞ്ഞില്ലെങ്കിലോ ആ നേരം വെളുക്കും. അത്ര ചേച്ചി കുഴപ്പമില്ല. ഡയറക്ടർ എന്ന് വെച്ചാൽ സ്പീഡിന്റെ ആളാണ്, കുഴപ്പമില്ല. ചേട്ടൻ മനു മുമ്പ് തീർക്കുവോ? നിങ്ങൾക്ക് സീരിയൽ ഇഷ്ടമല്ലേ? എനിക്ക് അതറിഞ്ഞാൽ മതി. ഇപ്പൊ അപ്പോൾ 5000 രൂപ ഉറക്കാണ്. അതെ സാർ, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. കൊണ്ടോ പറ്റിയത്. അതെ സാർ, നാളെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കും. അതെന്റെ വാക്കാണ്. കാരണം എനിക്കിത് മുന്നോട്ട് പോകേണ്ട എന്റെ ആവശ്യമാണല്ലോ. ഓക്കെ സാർ. ഓക്കെ. ക്യാമറ അങ്ങോട്ട് വെച്ചു. ക്യാമറ. അതെ, ഡെഡ് ബോഡി റെഡിയാണ്. അയ്യോ, ഡെഡ് ബോഡി ആയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അല്പം വൈകും. ഡെഡ് ബോഡി അതിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞില്ല. അതല്ല സാർ, ആർട്ടിസ്റ്റ് വന്നോണ്ടിരിക്കുന്നുള്ളൂ. ട്രെയിനിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. എന്ത് കഷ്ടമാണോ ഇത്? 2 പെണ്ണുങ്ങളെ കരയാൻ വേണമെന്ന് പറഞ്ഞായിരുന്നില്ല അവരിവിടെ? കരയാനുള്ള 2 പേരും ആ ട്രെയിനിൽ തന്നെ ഉണ്ട് സാർ, വന്നോണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യാമറയൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ, എന്നിട്ട് അവിടെ വെച്ച് അവരെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരാം. ഉഗ്രൻ. ഇതായിരിക്കണം ഡെഡിക്കേഷൻ ഉള്ള ഡയറക്ടർ. ഒന്ന് പോണോ ഇവിടുന്ന്? എനിക്ക് ഇപ്പൊ തന്നെ 2 പെണ്ണുങ്ങളെ കരയാൻ വേണം. അതുപോലെ ഒരു ഡെഡ് ബോഡി ഇവിടെ റെഡി ആയിരിക്കണം. നാളെ എനിക്ക് ടെലികാസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ ചാനലിന്റെ മുമ്പിൽ നിന്ന് മറുപടി പറയും. സാർ, ഇത് വൈകിട്ട് പ്ലാൻ ചെയ്ത സീരിയൽ. ഇനിയിപ്പോ കരയാൻ വേണ്ടി 2 പേരെ ഞാനിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കുമെന്നല്ലേ.
ആഹാ സുന്ദരിയായ വീട്ടം. കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ കരയിപ്പിക്കും. നിന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളി. വിഷ്വൽ ബ്യൂട്ടി ഇല്ലാത്ത ആളാ. ഞാനും അഭിനയിച്ചിട്ടുണ്ടോ പണ്ട് ജയഭാരതിയുടെ കാലത്ത്? ഞാനും അഭിനയിച്ച ജയഭാരതി അറിയാവോ? ആര്? ഇങ്ങനെ പോയപ്പോ എന്റെ പുറകെ എത്ര ആണുങ്ങളെ വന്നിട്ടുള്ളത് അറിയാവോ? പണ്ടോ? ഇപ്പൊ ക്ഷീണിച്ചു പോയതാ ഞാൻ. ജയഭാരതി വന്നിരിക്കുന്നത്. അതെ, എനിക്ക് നാളെ ടെലികാസ്റ്റ് ചെയ്യണം. അതിന് എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ കരയാൻ പെണ്ണുങ്ങൾ കിട്ടണം, അതുപോലെ ഡെഡ് ബോഡി കിട്ടണം. എനിക്കൊന്നും അറിയേണ്ട ദിനേശ. അതെ, സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ചേച്ചി കണ്ടോ? അല്ലേ, എനിക്ക് ചേട്ടൻ വഴക്ക് പറയും. ചേട്ടന് പോകാൻ പറ. ഇപ്പൊ അഭിനയിക്കാം. കരഞ്ഞാ മതി. ഓക്കെ ആണല്ലോ? ഇവർ രണ്ടുപേരും കരയാൻ ഓക്കെയാണ്. കരയോ? നന്നായിട്ട് കരയോ? കരയാൻ നന്നായിട്ട് കരയും. മതി. എനിക്ക് രണ്ട് പെണ്ണുങ്ങളെ കരയാൻ കിട്ടിയാൽ മതി. അത് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഡെഡ് ബോഡിക്ക് എന്ത് ചെയ്യും? ഒരു ശവം എടുക്കാൻ കാണും. ചേച്ചിയുടെ എടുക്കാൻ കാണും. ഒരാഴ്ച മുമ്പേ വന്നിരുന്ന ഇതിനെ ഞാൻ തല്ലിക്കൊന്ന് ശവമാക്കി തന്നെ. എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? സാറിന് എത്ര ശവം വേണം? എന്നെ പറ്റി നീ വിചാരിച്ചത്? എനിക്കൊരു ശവം മതി. ഇപ്പൊ 2 ശവം ഇവിടെ വീഴും. വേളം ഉണ്ടാക്കാതെ. ഞാൻ ശവം സാറ് ശവമായിട്ട് അഭിനയിക്കും. അഭിനയിക്കോ? പിന്നെ ഓക്കെ ശവം റെഡി. ശവോട്ടൊക്കെ അഭിനയിക്കാം. പക്ഷെ ശവത്തിന് ഡയലോഗ് തന്നെ. ശവത്തിന് ഡയലോഗ് എന്റെ പൊന്നെ, ശവത്തിന് എവിടെയാ ഡയലോഗ്? ഉണ്ട്. സാറിന് അറിഞ്ഞുകൂടാത്തോണ്ട് ശവത്തിന് ഡയലോഗ് ഉണ്ട്. ഈ ശവത്തിനാണ് റേറ്റിംഗ് കൂടുതലെങ്കിൽ നാളെ ശവമായിരിക്കും താരം. ഞാൻ 25 എപ്പിസോഡ് സാറായിരിക്കും ചിലപ്പോ നായകൻ. ശവം ഞാൻ സാറിന് നാളെ എപ്പിസോഡ് വിട്ടാ പോരെ? പിന്നെ എനിക്ക് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ എപ്പിസോഡ് കറക്റ്റ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തിരിക്കണം. അല്ല, ഞാൻ ചാനലിനോട് എന്ത് സമാധാനം പറയും? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോന്ന് പണ്ട് ഞാൻ പോലീസിലായിരുന്നപ്പോഴേ പോലീസ് കലാമേളക്ക് ഡെയിലി ഞാനാ അഭിനയിക്കുന്നത്. നാടകം. അപ്പൊ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ മോനെ, ആ ക്യാമറ കൊണ്ടുപോയിട്ട് ക്രെയിൻ സെറ്റ് ചെയ്ത് ടോപ്പ് ആംഗിൾ വെച്ചോ. ലൈറ്റ് എല്ലാം എടുത്ത് വൈഡിലോട്ട് വെച്ചോ. പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യും. കേട്ടല്ലോ? കരഞ്ഞോണ്ടേയിരിക്കും. ഇപ്പൊ കറന്നോ? അപ്പൊ കരഞ്ഞോ? ഓക്കെ ആണല്ലോ? ഇരിക്കമ്മേ ഇങ്ങോട്ട്. ക്യാമറ ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്ക് റിഹേഴ്സൽ നോക്കിയാലോ? ഓക്കെ റെഡി അല്ലേ? റെഡി സർ. കരഞ്ഞോ ആക്ഷൻ. ഇല്ലടാ, 5 പേരുണ്ടായിരുന്നു. മൊത്തം 5 പ്രതികളുണ്ടായിരുന്നു. 5 പേര് ഓടിക്കളഞ്ഞു. പക്ഷെ എനിക്ക് 2 കിലോ കഞ്ചാവ് കിട്ടി. പിന്നെ നമുക്ക് കാണാം, വൈകുന്നേരം കാണാം. ക്ലബിൽ വെച്ച് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. ഇതെപ്പോഴാണ് സംഭവം? കുറച്ചു നേരമായി. ഇതെന്നാ പരിപാടിയാ? എന്റെ ഗിരിജ, നീ ഇത് എന്നെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല. ഞാൻ അസിസ്റ്റന്റ്. അല്ല, ഇവിടെ മരണ വീടാകുമ്പോ ടാർപ്പ വിരിക്കാനും പൂടാനൊക്കെ അസിസ്റ്റന്റ് വേണമല്ലോ. അമ്മക്കെങ്കിലും എന്നോട് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. 2 മണിക്കൂർ കഴിയുമ്പോ എല്ലാം ഓക്കെ ആകും. 2 മണിക്കൂർ ഓക്കെ ആകും. അല്ല, അത് അമ്മ പിച്ചുമ്പയും പറയാ. ഈ കിടക്കണ ആരാന്നറിയാമോ? എന്റെ അച്ഛൻ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് മേടിച്ച പോലീസുകാരൻ അറിയാമോ? ഇങ്ങനെയൊന്നും അല്ല അടക്കേണ്ടത്. ഇങ്ങനെ അടക്കം ചെയ്യണമെന്നുണ്ടല്ലോ. പിന്നെ മറ്റേ വിശിഷ്ട സേവാമൂല്യ അവാർഡ് മേടിച്ചാണല്ലോ. അപ്പൊ മേപ്പോട്ട് 3 വെടി ഒരു സല്യൂട്ട് ഉണ്ട്. അത് വേണം. അങ്ങോട്ട് ഞാൻ വിളിച്ചു പറയട്ടെ. ഹലോ, സാർ അച്ഛൻ പോയി സാർ. അയ്യോ, ഓക്കെ അല്ലേ? അടുത്ത സീൻ എന്ന് പറയുമ്പോ ഗംഭീരായിരുന്നു ചേട്ടാ. അച്ഛന്റെ വേറൊരു മകനുണ്ട്. മകനെന്ന് പറയുമ്പോ അതിനെന്താ അവിഹിത സന്തതി. ജാരസന്തതി വന്നിട്ട് ഇവിടെ നിങ്ങളെ 2 പേരെ ഇറക്കി വിടുന്ന സീനാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ ഹാപ്പിയാണ്, കുഴപ്പമില്ല. ചേച്ചിയല്ലേ പറഞ്ഞ ചേട്ടൻ ഭയങ്കര കലിപ്പെന്ന്. ചേട്ടൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ തന്നെ ചേട്ടൻ ഇവിടെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ക്യാമറ നിങ്ങളെ മാത്രം സൂം ചെയ്താണ് എടുത്തോണ്ടിരിക്കുന്നത്. കഴിയുമ്പോ ചേട്ടൻ എന്ത് പറയുമെന്നുള്ളത്. അല്ല, കുഴപ്പമില്ല. അപ്പൊ ജാരസന്തതി ശവം ഡയലോഗ് ഉണ്ട് ചേട്ടാ. ആർട്ടിസ്റ്റ് റെഡിയാണോ? റെഡിയാണ്. റെഡി. അപ്പൊ എന്താണ് ആക്ഷൻ. എന്റെ പൊന്നച്ഛ, അച്ഛാ ഞങ്ങളെ തനിച്ചാക്കി പോയോ എന്റെ മനസ്സിലായില്ലേ? പത്തനംതിട്ടയിൽ പപ്പട കച്ചവടം നടത്തുന്ന അഡ്വക്കേറ്റ് രേണുകയുടെ
ഈ മരിച്ചു കിടക്കുന്ന അച്ഛനിലുണ്ടായ ഏക സന്തതി. അത് ശരി, അച്ഛനപ്പോ ആള് ശരിയല്ലായിരുന്നല്ലേ? അമ്മക്ക് ഇതൊക്കെ അറിയായിരുന്നോ? എനിക്കറിയായിരുന്നു. എനിക്ക് സത്യം ദൈവമേ, ഞാനിത് പറഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലപ്പോഴും പഴനിക്ക് പോകും. അവിടുന്ന് പഞ്ചാമൃതം കൊണ്ടൊരു ശലം കോരിത്തരും തിന്നും. പക്ഷെ പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് ഈ വീടിനും ഈ സ്വത്തുക്കൾക്കും എല്ലാത്തിനും അവകാശി ഈ ഞാൻ മാത്രം. ഒരുമാതിരി തോന്നിവാസന്റെ വീട്ടിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം. അതാ ഇറങ്ങാം. അയ്യോ. നിങ്ങൾ ഇറങ്ങല്ലേ? നമുക്ക് നിയമപരമായിട്ട് നേരിടാം. നിങ്ങൾ പേടിക്കാതെ വാ. അല്ലേ പോവാ. അമ്മ പോകല്ലേ? അയാള് പോകാൻ പറഞ്ഞത്. അച്ഛൻ ഇന്ന് എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ പോകല്ലേ? സൂപ്പറായി. ഗംഭീരായിരുന്നു കേട്ടോ. ബാബാ, ഗംഭീരമായി, ഗംഭീരമായി. ഉഗ്രനായിരുന്നു. വാ, വാ, അമ്മ വാ, ചേച്ചി വാ. എന്തായാലും ഓക്കെ അല്ലേ? എല്ലാം റെഡിയാണ്. ഇറങ്ങിയോ? കൃത്യമായിട്ട് പറഞ്ഞ പോലെ റെഡി. അതെ സാറേ, വേറൊന്നുമല്ല, ഞങ്ങളിവിടെ ഒരു സീരിയൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയൽ, അതായത് സാറിന്റെ ഭാര്യ, അമ്മ, അച്ഛനൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കണം. വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കണം അവര്. ഞാനല്ലേ എന്റെ മെയിൻ സംഭവം. അവന്റെ സീരിയൽ എന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ ഗിരിജെ? ഇവിടെ ടി വി കാണരുത്, സീരിയൽ കാണരുത്. അതിനൊക്കെ സീരിയലിന്റെ ഷൂട്ടിംഗ് ഞാൻ കൊന്നുകളയാ. ഇറങ്ങിപ്പോഴല്ല. അല്ല സാർ, ഒരു കാര്യം പറഞ്ഞു ഒന്നും പറയണ്ട. സാർ ഒന്ന് പറയട്ടെ. നിനക്ക് സീരിയൽ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. സാർ ഒന്ന് പറയട്ടെ. സാർ പ്ലീസ് ഒന്ന് കേക്ക്. സാറിന്റെ ഫാമിലി എല്ലാവരും ഈ സീരിയൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. ചേച്ചിയൊക്കെ എന്തൊരു കരച്ചിലായിരുന്നു, എന്തൊരു നാച്ചുറൽ ആക്ടിങ്. അയ്യോ, അമ്മ തകർത്ത് കേട്ടോ. അച്ഛൻ മരിച്ചു കിടക്കുന്ന കണ്ടാൽ നമുക്ക് ചങ്ക് പൊട്ടിപ്പോവും. ഉഗ്രനായി. പക്ഷേ കൺഗ്രാജുലേഷൻ സാർ, എന്തൊരു അഭിനയമായിരുന്നു വന്നിട്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു കഥാപാത്രം കടന്നു വന്നിട്ട് അങ്ങ് തകർത്ത് അഭിനയിച്ചു. ശ്രദ്ധിച്ചായിരുന്നോ? അത് അടിപൊളിയായിരുന്നു. ഞാൻ അഭിനയിച്ചില്ലല്ലോ. ഞാൻ അച്ഛൻ മരിച്ചു കിടക്കാൻ ഒറിജിനലായിട്ട് കരഞ്ഞല്ലേ? ഓ, അപ്പൊ എന്റെ പൊന്നെ, ഇതുപോലെ ബിഹേവ് ചെയ്യുന്നവരെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീരിയലിന് ആവശ്യം. അല്ല സാറേ, ഞാനേ നമ്മുടെ ഈ പ്രതാപൻ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടറില്ലേ, അത് ഇദ്ദേഹമാണ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത്രയും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ സാറായിരുന്നു ആ കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുഹൃത്തുക്കളെ, നിങ്ങൾ മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട. എനിക്ക് സീരിയൽ കാണുന്ന ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല. ഇറങ്ങണമല്ല. അപ്പൊ സാറിന് പെട്ടി പണ്ടാരം എടുത്ത് ഇറങ്ങിക്കോ ഇവിടുന്ന്. സാറിന് വേണ്ട, എനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? നമുക്ക് പോവാം. അവരുടെ സീരിയല് എന്താ സാർ? സോറി, ഉപദ്രവിക്കില്ലേ? എപ്പോഴാ ഞാൻ പറഞ്ഞത്? എന്തിന്? പ്രദീപനായിട്ട് അഭിനയിക്കാൻ. നിങ്ങൾക്ക് സീരിയൽ കാണുന്നൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് കാണുന്നതല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അഭിനയിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, എനിക്ക് വയ്യ. ഇപ്പഴാ ഇത് ശരിക്കും ഒരു സീരിയൽ കുടുംബം ആയതല്ലേ? മകനെ, തവത്ത് ഇതേവരെ ഒറ്റ ഡയലോഗ് പോലും തന്നിട്ടില്ലേ? എന്റെ ഡയലോഗ് എപ്പ വരും?